വള്ളംകളി ഇഷ്ടമല്ലാത്ത മലയാളികൾ ഉണ്ടാവും. നെഹ്റു ട്രോഫിയും ചമ്പക്കുളവും ആറന്മുള വള്ളംകളിയും ഒക്കെ നമ്മുടെ ജീവിതവുമായി അത്രയധികം ഇടകലർന്ന് കിടക്കുന്നു. എന്നാൽ തുഴച്ചിൽ അന്താരാഷ്ട്ര കായിക വേദികളിലെ സ്വർണ്ണ തിളക്കമുള്ള ഒരു മത്സര ഇനമാണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല. റോവിങ്ങിന് വേണ്ടി പല രാജ്യങ്ങളിലും കേരളത്തിലേതുപോലെ ബോട്ടിംഗ് ക്ലബ്ബുകളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ റോവിംഗ് ആധികാരികമായി പരിശീലിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതലമുറയ്ക്ക് ഈ മത്സര ഇനം വലിയ അവസരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റോവിംഗ് മത്സരത്തിന് ഉപയോഗിക്കുന്ന തോണിയെ ഷെൽ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഷെല്ലിൽ ഇരുന്ന് തുഴയുന്നത് നമ്മുടെ വള്ളംകളിയിലെ പോലെയല്ല, പുറം തിരിഞ്ഞിരുന്നാണ് തുഴയേണ്ടത്. അതായത് മത്സരാർത്ഥിക്ക് ഫിനിഷിംഗ് ലൈൻ കാണാൻ പറ്റില്ലെന്ന് ചുരുക്കം. പക്ഷേ നേർരേഖയിലുള്ള ട്രാക്കിലൂടെ ശരവേഗത്തിലാണ് ഓരോ ഷെല്ലുകളും സഞ്ചരിക്കുന്നത്. ചങ്ങാടങ്ങൾക്കും വള്ളങ്ങൾക്കും പണ്ട് മുതലേ മനുഷ്യ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. ജലാശയങ്ങൾ മുറിച്ചു കടക്കാനും ചരക്കു നീക്കത്തിനുമൊക്കെയായി നാം പണ്ട് മുതലേ തുഴഞ്ഞു പോയിരുന്നു. ആധുനികയിലേക്ക് മനുഷ്യനെ നയിച്ചതിന്റെ തുഴച്ചിലുള്ള സ്ഥാനം വലുത് തന്നെയാണ്. എന്നാലും തുഴച്ചിൽ ആധുനിക രീതിയിലേക്കുള്ള മത്സര ഇനമായി ആദ്യം രേഖപ്പെടുത്തിയത് 17-ാം നൂറ്റാണ്ടിൽ ലണ്ടനിലാണ്. 18-ാം നൂറ്റാണ്ടുകളിൽ ബോട്ട് ക്ലബ്ബുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഉയർന്നു വന്നു. ഏകദേശം ആ കാലത്ത് തന്നെ കരക്കാരുടെ അഭിമാന പോരാട്ടം എന്ന രീതിയിലും വള്ളംകളി കേരളത്തിലും ജനകീയമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ബോട്ട് ക്ലബ്ബുകളും ഉണ്ടായി വന്നു. 1954 നെഹ്റു ട്രോഫി വള്ളംകളിയും ആരവമുയർന്നു. 1896 ആദ്യ ഒളിമ്പിക്സിൽ തന്നെ റോവിംഗ് ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ ചില കാരണങ്ങളാൽ അത് നടന്നില്ല. അങ്ങനെ 1900 ഒളിമ്പിക്സിൽ ആദ്യമായി റോവിംഗ് വിസിൽ മുഴക്കിയത്. 1927 സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മത്സരവും നിലവിൽ വന്നു. റോവിംഗിൽ 2 തുഴ ഉപയോഗിച്ച് തുഴയുന്നതിനെ സ്കള്ളിംഗ് എന്നും 1 തുഴ ഉപയോഗിച്ചതിനെ സ്വീപ്പ് റോയിങ് എന്നും പറയുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വ്യത്യസ്ത വിഭാഗങ്ങളിലായി മൊത്തം 14 തരത്തിൽ മത്സരം നടക്കുന്നുണ്ട്. പാരാലിമ്പിക്സും റോവിംഗും ഒരു മത്സര ഇനമാണ്. നല്ല കായിക ശേഷി ആവശ്യമുള്ള മത്സര ഇനമാണിത്. 2000 മീറ്ററാണ് ഒളിമ്പിക്സിൽ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താൻ മത്സരാർത്ഥികൾ തുഴഞ്ഞു തീർക്കേണ്ടത്. ഇത്രയും അധ്വാനം ആവശ്യമുള്ള ഈ മത്സരത്തിൽ അധികേയനായി കണക്കാക്കപ്പെടുന്നത് സ്റ്റീവൻ റെഡ്ഗ്രേവിനെയാണ്. ബ്രിട്ടീഷുകാരനായ ഇദ്ദേഹം 1984 മുതൽ 2000 വരെ ഒളിമ്പിക്സിൽ തുടർച്ചയായി ഗോൾഡ് മെഡലുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ജലാശയങ്ങൾ കൊണ്ട് സമ്പന്നമായ കേരളത്തിൽ നിന്നും പരിശീലനം ചെയ്യുകയാണെങ്കിൽ മികച്ച റോവിംഗ് താരമായി വളർന്നു വരാൻ യുവതലമുറയ്ക്ക് സാധിക്കും. പഞ്ചാബിൽ മോഗയിൽ നടന്ന 7ാമത് നാഷണൽ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9 മെഡലുകളാണ് കേരള ടീം കരസ്ഥമാക്കിയത്. അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിമിഷമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി റോവിംഗിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അർജുൻ ലാൽ ജട്ടും അർവിന്ദ് സിംഗുമാണ്. അന്ന് അവർ 11ാം സ്ഥാനം കരസ്ഥമാക്കി. ആലപ്പുഴയിലെ സായി, മധ്യപ്രദേശിലെ വാട്ടർ സ്പോർട്സ് അക്കാദമി തുടങ്ങി ഒട്ടേറെ അക്കാദമികൾ ഇന്ത്യയിൽ റോവിംഗ് പരിശീലന കേന്ദ്രങ്ങളുണ്ട്. ആഗ്രഹവും പരിശീലനവും ഉണ്ടെങ്കിൽ തുഴഞ്ഞ് രാജ്യത്തിന് വേണ്ടി ഒരു മെഡലും അങ്ങനെ ഒരു മികച്ച ഭാവിയും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാനാകും.